യക്ഷിണിമാർ ശിവഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് തങ്ങൾക്ക് അഷ്ടസിദ്ധി നൽകി അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ശിവൻ അരുളി ചെയ്തു, യക്ഷിണിമാരെ, നിങ്ങൾ സർവജ്ഞയും പരിപൂർണയും നിത്യയും മഹേശ്വരി രൂപിണിയുമായ പാർവതീദേവിയെ പ്രസാദിപ്പിച്ചാൽ അവൾ 8 സിദ്ധികളെയും സാധകന് നൽകും. നിങ്ങൾ നവനാദരൂപിണിയും നവാവരണാഠ്യയും പരയും അണിമാദിസിദ്ധികളാൽ ആവൃതയായി എൻ്റെ മടിത്തട്ടിൽ വസിക്കുന്നവളുമായ മഹേശ്വരിയെ ഭക്തിയോടുകൂടി പൂജിച്ചുകൊള്ളുക. ജ്ഞാതൃരൂപയും ജ്ഞേയജ്ഞാനരൂപയും ജ്യോതിസ്സുകളുടെയും ജഗത്തിൻ്റെയും കാരണവും സച്ചിദാനന്ദരൂപിണിയും സർവജ്ഞയുമായ ദേവിയുടെ മൂലവിദ്യയെ നിങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സിദ്ധി ഉണ്ടായി വരും എന്ന് പറഞ്ഞിട്ട് ആ ദേവിയുടെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഹ്രീം എന്ന ബീജാക്ഷരമാണ് ദേവിയുടെ മൂലബീജം. ഹ്രീം എന്നുള്ള 3 അക്ഷരങ്ങൾ ചേർന്നാണ് ഹ റ ഈ. അങ്ങനെ ഹ്രീം എന്ന അക്ഷരം ദേവീ ബീജമായ ബീജാക്ഷരമാണ്. അത് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി വേണ്ട അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ വേണ്ട പോലെ അനുഗ്രഹിക്കുമെന്ന് ശിവഭഗവാൻ പറഞ്ഞു. ഇപ്രകാരം ശുദ്ധിപായങ്ങളെ ശിവൻ പറഞ്ഞു കൊടുത്തത് യക്ഷിണിമാർ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചില്ല. അവർ അശ്രദ്ധ കാണിക്കുകയും ആ പൂജയിൽ വേണ്ടത്ര ഏകാഗ്രത കാണിക്കാതെ അവർ അലസരായി കഴിയുകയും ചെയ്തു. ഇത് കണ്ട് കുപിതനായ ഭഗവാൻ അവരെ ശപിച്ചു. ഞാൻ പറഞ്ഞതിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകുകയില്ല. മാത്രവുമല്ല, നിങ്ങൾ ശിലകളായി ഭൂമിയിൽ കഴിയേണ്ടി വരും. അങ്ങനെ അവർ പാണ്ഡ്യദേശത്തിലെ ശ്രീപട്ടമംഗളം എന്നൊരു ഗ്രാമത്തിൽ അതിൻ്റെ അവിടെ ഉള്ള ഒരു അരയാലിൻ്റെ ചുവട്ടിൽ അവർ ശിലകളായി മാറി. അവർ 1000 സംവത്സരം ശിലാരൂപികളായി വസിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ ശാപമോക്ഷം കൊടുക്കുന്നുണ്ട്. ഞാൻ ഹാലാസ്യത്തിലെ മൂലവിഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത്. അതായത് ആദിമമായി ഉണ്ടായ ഒരു വിഗ്രഹമാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ശ്രീമൂലം വിഗ്രഹം. ആ വിഗ്രഹം ഏറ്റവും പുരാതനതമമാണ്. പിന്നീടാണ് മറ്റെല്ലാ ശിവലിംഗങ്ങളും ഉണ്ടായത്. ആ മൂലലിംഗത്തിൽ നിന്ന് വന്ന് നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതാണ്, ശാപമോക്ഷം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും എൻ്റെ അരികിൽ വീണ്ടും വന്നു ചേരാൻ കഴിയും എന്ന് ശാപമോക്ഷം കൊടുത്തു. അങ്ങനെ അവർ 1000 വത്സരം പാണ്ഡ്യദേശത്തിലെ ശ്രീപട്ടമംഗളം എന്ന ഗ്രാമത്തിൽ ശിലകളായി തീർന്നു. അങ്ങനെ ആ ശിലകൾ 1000 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ശാപമോക്ഷം കിട്ടുകയും ആ മൂലവിഗ്രഹത്തിൽ നിന്ന് കൈലാസനാഥൻ വന്ന് അവർക്ക് എല്ലാ അനുഗ്രഹം നൽകുകയും തന്നോടും പാർവതീദേവിയോടും കൂട്ടി കൈലാസത്തിലേക്ക് പോകുകയും ചെയ്ത കഥയാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഇത് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞതാണ്. അപ്പോൾ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികൾ കിട്ടാൻ വേണ്ടി ശരിക്കും
തപസ് ചെയ്യുക തന്നെ ചെയ്യണം. ആദ്യം പാർവതിയെ പ്രീതിപ്പെടുത്തണം, പിന്നെ സാക്ഷാൽ ശിവനെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ പാർവതീ ദേവിയെ, ശക്തി സ്വരൂപിണിയെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അണിമാതി സിദ്ധികൾ കിട്ടുകയുള്ളൂ. ആ അണിമാതി സിദ്ധികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദിപരാശക്തിയുടെ അനുഗ്രഹം ആദ്യം നേടണം. അതേപോലെ നിരന്തരമായ ധ്യാനവും ആവശ്യമാണ്. ധ്യാനത്തിൻ്റെ അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അഷ്ടസിദ്ധികളും സാധകന് നൽകും. 18 സിദ്ധന്മാരിൽ പലരും ഈ അഷ്ടസിദ്ധികൾ നേടിയവരാണ്. അവർക്ക് ആകാശഗമനം വരെ നടത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അണിമാതി അഷ്ടസിദ്ധികളും നേടിയ 18 സിദ്ധന്മാരിൽ പലരുടെയും ജീവിതകഥ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്. ഓം ശിവായ നമഃ.